ഒക്കെ കുട്ടികളൊക്കെ എല്ലാവരും മങ്കൂസും മരുത് പഠിപ്പിക്കണം. അതിനാദ്യം നമ്മൾ പഠിക്കണം. എന്നിട്ട് നമ്മളെ പെരയിലിരുന്ന് ഇങ്ങനെ ചെല്ലണം. അപ്പോൾ കുട്ടികൾ അതിൻ്റെ ഒപ്പം ഇങ്ങനെ മൂളും. ആദ്യം മൂളിയോനാണ് പിന്നെ പാടാൻ പറ്റുക. ആദ്യം ഇങ്ങനെ മൂളും. ആ മുളക്കം പിന്നെ ഇങ്ങനെ പാട്ടാവും. മുളക്കം പാട്ട് എന്ന് നമ്മൾ പറയലുണ്ട്. മൂളക്കമാണ് പാട്ടാവാറുള്ളത്. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴും നമുക്ക് അറിയണതാണെങ്കിൽ ആദ്യം ഇങ്ങനെ മൂളണം. അങ്ങനെ കുറേ മൂളുമ്പോൾ പിന്നെ അത് പാട്ടായി മാറും. അപ്പോൾ എപ്പോഴും വീട്, ഒരു ഫാമിലി, ഇസ്ലാമികമായ ഒരു ഫാമിലി നന്നാകുക എന്ന് പറഞ്ഞാൽ ആ വീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട സാന്നിധ്യം ഉണ്ടാവുക. നബിതങ്ങളെക്കുറിച്ച് പറയുക, നബിതങ്ങളെക്കുറിച്ച് കേൾക്കുക. വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിലേക്കാക്കി മാറ്റുക. നബിതങ്ങൾ ഒരു ഭക്ഷണത്തിനും കുറ്റം പറയാറുണ്ടായിരുന്നില്ല. ഇനിസ്തഹാഹു അക്കലഹു ഫഇല്ലം തസ്തഹി തറക്കഹു. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കണ്ടെന്ന് വെക്കും. അള്ളാൻ്റെ റസൂല് ഒരു ഭക്ഷണത്തിനും കുറ്റം പറഞ്ഞിട്ടില്ല. ഒരിക്കൽ ഭാര്യമാരെ വീട്ടിൽ ചെന്നു. അപ്പോൾ ചോദിച്ചു, ഇവിടെ എന്താ ഭക്ഷണം ഉള്ളത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇവിടെ ഉണങ്ങിയ റൊട്ടിയാണുള്ളത് എന്ന് പറഞ്ഞു. ഉണങ്ങിയ റൊട്ടിയാണുള്ളത് പറഞ്ഞു. അതിൽ പറഞ്ഞു, ഉണങ്ങിയ റൊട്ടി നല്ല ഭക്ഷണമാണ് കൊണ്ടുവരികയെന്ന് പറഞ്ഞു. ഇതിലേക്ക് എന്തെങ്കിലും കൂട്ടാണ്ടോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇവിടെ സുറുക്ക മാത്രമാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ നിഅമൽ ഉദുമു അൽ ഖല്ലു, സുറുക്ക നല്ല കൂട്ടാനാകുന്നു എന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യരുത് വെച്ചാൽ ഈ സംഭവത്തിൻ്റെ പകുതി എടുത്തുങ്ങാണ്ട് രാവിലെ ഉച്ചക്കും വൈകുന്നേരവും സുറുക്ക കുടിക്കരുത്. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ. സുറുക്ക നല്ല കൂട്ടാനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞാണ്ട് പെണ്ണുങ്ങളൊക്കെ സുറുക്ക ഇങ്ങനെ കുടിക്കുക, അച്ചാർ ഇങ്ങനെ തോണ്ടി തിന്നുക, സുറുക്ക നല്ല കൂട്ടാനാന്ന് പറഞ്ഞില്ലേ എന്ന്. അതെപ്പോഴാണ് പറഞ്ഞത്? വേറൊന്നും ഇല്ലാത്തപ്പോഴാണ് പറഞ്ഞത്. മനസ്സിലായോന്നറിയില്ല നിങ്ങൾക്ക്. വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ റൊട്ടിയാണുള്ളതെന്ന് പറഞ്ഞു. കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? സുറുക്കയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? നിഅമൽ ഉദുമു അൽ ഖല്ലു, സുറുക്ക നല്ല കൂട്ടാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? വേറെ ഒന്നുമില്ലെങ്കിൽ സുറുക്ക നല്ല കൂട്ടാനാണ് എന്ന് പറഞ്ഞാൽ സുറുക്ക സ്റ്റോക്ക് വേണം എന്ന് കിട്ടും. വീട്ടിൽ സുറുക്ക എന്ന് പറഞ്ഞാൽ അച്ചാറൊക്കെ ഇപ്പെടും സുറുക്കയിലിട്ടത്. അതെപ്പോഴും സ്റ്റോക്ക് വേണം. എന്തിനാണ്? വേറെ ഒന്നും ഇല്ലെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം 3 നേരം സുറുക്ക കൂട്ടിയിട്ട് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞുങ്ങാണ്ട് അവസാനം വെള്ളപോക്ക് ഉണ്ടായിങ്ങാണ്ട് പിന്നെ നേരത്തെ ഡോക്ടർ പറഞ്ഞ മാതിരി പറയാൻ നിൽക്കരുത്. അത് നേരത്തെ പറഞ്ഞില്ല, അതതിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ പോയി. അതെന്താ സംഭവിച്ചാൽ ആ ഹദീസ് ഇങ്ങനെയാണ്: ഹബ്ബത്തു സൗദാഇ ശിഫാഉം മിൻ കുല്ലി ദാ, കരിഞ്ചീരകം എല്ലാ രോഗത്തിനും ശിഫയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തിന്നാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഒരു ഉംറയിലും പോയവരേക്കല്ല ഇപ്പോൾ ഇരിക്കണവരൊക്കെ, അല്ലെങ്കിൽ വിസിറ്റിന് എന്തായാലും പോയിട്ടുണ്ടാവുമല്ലോ. അതിലുണ്ടോ നോക്കാൻ നിങ്ങൾ. നിഅമൽ അങ്ങനെയല്ല, ഹബ്ബത്തു സൗദാഇ കരിഞ്ചീരകം, ഷിഫാഉൻ ശമനമാകുന്നു, മിൻ കുല്ലി ദാഇൻ എല്ലാ രോഗത്തിനെ തൊട്ടും. അതിലെവിടെ തിന്നാൻ പറഞ്ഞിട്ടില്ല. പിന്നെന്താ? ചിലപ്പോൾ മൂക്ക് കൂടി വലിക്കലേക്കാരം. അത് ഓരോ ദണ്ണത്തിനനുസരിച്ചാണ്. ഇപ്പോൾ ജലദോഷമാണെങ്കിൽ കരിഞ്ചീരകം തിന്നണ്ട. എന്ത് ചെയ്താൽ മതി? ഒരു ചെറിയ തുണിയിൽ കെട്ടുക, ചെറിയ നൈസ് തുണി കെട്ടിയിട്ട് അങ്ങനെ കൂട്ടി പിടിച്ചങ്ങാണ്ട് മേലെ റബ്ബർ ഇടുക. അപ്പോൾ ഒരു ഉണ്ട കിട്ടും. ആ ഉണ്ട അങ്ങനെ കൈയിൻ്റെ അടിയിൽ വരുത്തിയിട്ട് 2 മുക്കിലും വലിച്ചാൽ മതി. തിന്നേണ്ട ആവശ്യമൊന്നുമില്ല ഇനി. അപ്പോൾ എല്ലാ മരുന്നാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഷിഫയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, തിന്നാൻ പറഞ്ഞിട്ടില്ല. ചിലതിന് തിന്നേണ്ടി വരും, ചിലതിന് തിന്നേണ്ടി വരില്ല. ഓൽമെൻറ്റ് ഇപ്പം നമ്മൾ തിന്നലുണ്ട്, അത് മരുന്നാണല്ലോ. ഓസി കിട്ടിയാലും ഓൽമെൻറ്റും തിന്നൊന്നും പറയാണ്, തിന്നൊന്നുമില്ല. ഓൽമെൻറ്റ് മരുന്നാണ്, പക്ഷെ നമ്മൾ തിന്നൂല. അപ്പോൾ എല്ലാ മരുന്നും തിന്നാനുള്ളതല്ല. അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം വെച്ചാൽ ഈ വിവരം അറിയുന്ന ഒരാൾ ഈ ഹദീസ് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. ഈ വിവരം അതാണ് ഞാൻ പറഞ്ഞത്. എത്ര പഠിച്ചാലും തീരാത്ത ഒരു വിഷയം മാത്രമേ അള്ളാൻ്റെ ദുന്യാവിലുള്ളൂ. മുഹമ്മദ് നബി എന്നതാണ് ആ വിഷയത്തിൻ്റെ പേര്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പഠനം തുടങ്ങേണ്ടതും അവിടെ നിന്നാണ്, പഠനം തുടരേണ്ടതും അവിടെ തന്നെയാണ്. അവസാനിക്കൂല. തുടങ്ങേണ്ടതും അവിടെയാണ്, തുടരേണ്ടതും അവിടെ തന്നെയാണ്. അതുകൊണ്ട് കുട്ടികളെ അത് പഠിപ്പിക്കണം. ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കണം. വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും അങ്ങനെ ആക്കി തീർക്കണം. കുടുംബജീവിതം നന്നാവാൻ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും
മക്കൾ നന്നാവാൻ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ്. കുടുംബജീവിതം നന്നാവാൻ 2 കാര്യങ്ങൾ. ഒന്ന്, ആണുങ്ങളെ വർത്താനം നേരാകുക. 2, സ്ത്രീകളുടെ പെരുമാറ്റം നേരാകുക. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആനിൽ പെണ്ണെട്ടാൻ പറഞ്ഞൊരായത്തുണ്ട് സൂറത്തുർ റൂമിൽ. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. നിങ്ങൾ കല്യാണം കഴിക്കണം സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, അള്ളാഹു നിങ്ങൾക്കിടയിൽ മവദ്ദത്ത് റഹ്മത്ത് എന്നീ 2 ഗുണങ്ങളെ വെച്ചിരിക്കുന്നു. മവദ്ദത്ത് റഹ്മത്ത് 2 കാര്യങ്ങൾ ഉണ്ടായാൽ കുടുംബജീവിതം സന്തോഷമാവും. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നർത്ഥം പറയാം. റഹ്മത്ത് എന്ന് പറഞ്ഞതിന് വാത്സല്യം എന്നർത്ഥം പറയാം. ഏത് അറബി വാക്കിനും മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ കറക്റ്റ് അർത്ഥം കിട്ടൂല. അത് പരിഭാഷക്കുള്ളൊരു പരിമിതിയാണ്. അത് ഏത് ഭാഷക്കും ഉണ്ടാവും. അപ്പം ലറബ എന്നുള്ളതിന് തച്ചൂന്നും പേറിയെന്നും അടിച്ചു ഒക്കെ അർത്ഥം വെക്കാം മലയാളത്തിൽ. എന്നാൽ തച്ചു എന്ന് പറഞ്ഞാലും പേറി എന്ന് പറഞ്ഞാലും അടിച്ചു എന്ന് പറഞ്ഞാലും ഒന്നല്ലല്ലോ, സാധനം വ്യത്യാസമുണ്ട്. ഇത് ഭാഷാന്തരം വരുത്തുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. തൽക്കാലം ഇങ്ങനെ വെക്കാനേ നിർവാഹമുള്ളൂ. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം, റഹ്മത്ത് പറഞ്ഞാൽ വാത്സല്യം. ഇത് 2 ഉണ്ടായാൽ കുടുംബജീവിതം നേരാവും. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് സംസാരത്തിലൂടെ പ്രകടമാകുന്നതാണ്. സ്നേഹത്തിൻ്റെ വർത്താനത്തിലൂടെയാണ് സ്നേഹം മനസ്സിലാകുക. വാത്സല്യം എന്നത് പെരുമാറ്റത്തിലൂടെ മനസ്സിലാകുന്നതാണ്. എനിക്കെന്നോട് ഭയങ്കര വാത്സല്യമാണ് എന്ന് പറയില്ല, പിന്നെന്താ പറയുക? എനിക്കെന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നാ പറയാം. വാത്സല്യം പെരുമാറ്റത്തിൽ നിന്നേ മനസ്സിലാവുള്ളൂ, സ്നേഹം വർത്താനത്തിൽ നിന്നാണ് മനസ്സിലാകുക. അപ്പോൾ ഒന്ന് വർത്താനാണ്, രണ്ടാമത്തത് പെരുമാറ്റമാണ്. സംസാര സൗന്ദര്യം ഏറ്റവും കൂടുതലുള്ളത് പുരുഷനാണെന്നാണ്. അതുകൊണ്ടാണ് ആണുങ്ങളെ വർത്താനം നേരാകുക എന്ന് പറയാൻ കാരണം. ആണുങ്ങളെ വർത്താനാണ് നേരാവേണ്ടത്, സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് പെരുമാറ്റമാണ് നേരാവേണ്ടത്. ഇപ്പം നമ്മൾ ഒരു പെണ്ണും ഒരാണും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി എന്ന് വിചാരിക്കുക. ഓരിങ്ങനെ വന്നിട്ട് കുറേ കണവണ വർത്താനമൊക്കെ പറയും. അവസാനം ഒരു ചോദ്യം ചോദിക്കുക, ഈ നമ്രൂദ്, പുതിയാപ്പളുടെ പേര്, ഈ നമ്രൂദും പിന്നെ ഇജ്ജും കൂടിയും കുറേ കാലമായല്ലോ ഒരുമിച്ച് ജീവിക്കൽ തുടങ്ങിയിട്ട്, ഈ കാലത്തിനിടയിൽ അനക്ക് ഈ പുതിയാപ്പളുടെ അടുത്തുനിന്ന് ഉണ്ടായ ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ എന്താണ് എന്ന് പറയാം. ഭാര്യയോട് പറയാം. മനസ്സിലായോ എന്നറിയില്ല. ഒരു പുതിയെണ്ണ, ഇത് സാങ്കല്പികമാണ്, ഒരു പുതിയെണ്ണ ഒരു പുതിയാപ്പളിയും തമ്മിൽ തെറ്റി. അപ്പോൾ വന്നാലും ഒരു കുറേ കാര്യങ്ങൾ പറയും. എന്താ വെച്ചാൽ മനുഷ്യൻ തെറ്റിയത് എന്തിനാന്ന് കുറച്ച് കഴിഞ്ഞാൽ മറക്കും എന്നാണ്. തെറ്റിയ കാരണം എന്തെങ്കിലും നിസ്സാരമായിരിക്കും, അത് കുറച്ച് കഴിഞ്ഞാൽ മറക്കും. പിന്നെ വേറെ എന്തെങ്കിലും പറയാം, ഓൻ പണ്ടന്നെ അങ്ങനെയാണെന്ന് പറയുന്നത്, പിന്നെ പണ്ടന്നെ തെറ്റണ്ടേ? അങ്ങനെയാണല്ലോ. രണ്ടാൾക്കാർ തമ്മിൽ തെറ്റിയാൽ കുറച്ച് കഴിഞ്ഞാൽ പറയും, അല്ലെങ്കിലും എനിക്ക് ഓൻ ആദ്യം തന്നെ അറിയാം, ഓൻ പണ്ടന്നെ അങ്ങനെയായിരുന്നു എന്നറിയും. പണ്ടന്നെ അങ്ങനെ ആയതാണ് തെറ്റിയതിൻ്റെ കാരണമെങ്കിൽ പണ്ടന്നെ തെറ്റേണ്ടതായിരുന്നല്ലോ. അപ്പോൾ കാരണം അതല്ലാന്ന് മനസ്സിലായില്ലേ? വേറെയാണ് കാരണം. തെറ്റിയ കാരണം ഓർമ്മ ഉണ്ടാവില്ല എന്നാണ്. പിന്നെ വേറെ എന്തെങ്കിലുമാണ് പറയാം. അപ്പോൾ എന്ത് ചെയ്യാച്ചാൽ കുറേ വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം പെണ്ണിനോട് ചോദിക്കുക, ഈ പുതിയാപ്പള ഹാഷിമ്, ഈ ഹാഷിമും ഇയും കൂടി 25 കൊല്ലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഈ ജീവിതത്തിനിടയിലുണ്ടായ ഏറ്റവും സന്തോഷകരമായ ഒരു രംഗം ഏതാണെന്ന് പറയും. പർട്ടിക്കുലറായിട്ട് പറയണം, മൊത്തത്തിൽ പറയരുത് എന്ന് പറഞ്ഞാൽ ഓളിങ്ങനെ ആലോചിച്ചിട്ട് പറയാം. ഇയാളുടെ എന്തെങ്കിലും ഒരു വർത്താനത്തെക്കുറിച്ചായിരിക്കും പറയാം. ഞാൻ ഒന്നാമത്തെ കുട്ടിനെ പ്രസവിച്ച് കിടക്കുമ്പോൾ മൂപ്പരാദ്യമായിട്ടാണ് വന്നേക്കിന് പറഞ്ഞൊരു വർത്താനുണ്ട്. അതൊരു ഭയങ്കര, എൻ്റെ മനസ്സിൽ നിന്നാണ് പോണില്ല എന്ന് പറയും. വർത്താനാണ് പറയാം. നേരെ തിരിച്ച് പുതിയാപ്പനോട് ചോദിക്കുക, ഈ മറിയമ്മൂൻ്റെ ഒപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് 35 കൊല്ലമല്ലോ, ഈ 35 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് അനക്കുണ്ടായ ഏറ്റവും സന്തോഷകരമായൊരു രംഗം ഏതാണെന്ന് പറയാൻ പറഞ്ഞാൽ മൂപ്പര് കുറേ നേരം ആലോചിച്ചിട്ട് പറയും, ഞാൻ വൈകുന്നേരത്ത് പീടി അടച്ച് വരുമ്പോൾ കുഴി ചാടിയിട്ട് കാലുളുക്കി. അങ്ങനെ പെരയിൽ വന്നേക്കിന് ഓള് ദേശം മുട്ടിക്കുളങ്ങര എണ്ണയിൽ ഉപ്പിട്ടുങ്ങാണ്ട് വളക്കത്ത് കാണിച്ച് ചൂടാക്കിയിട്ട് അതിങ്ങനെ എൻ്റെ കാലുമൊന്ന് തേച്ചെന്ന ഒരു രംഗമുണ്ട്. അത് മനസ്സിൽ നിന്നാണ്ട് പോണില്ല എന്ന് പറയും ഉപ്പര്. അപ്പം ഇതിനാണ് പെണ്ണുങ്ങളുടെ
സമീപനം അല്ലെങ്കിൽ പെരുമാറ്റം, ആണുങ്ങളുടെ വർത്താനം, ട്രീറ്റ്മെൻറ്റ്, ഇത് രണ്ടും നേരായാൽ കുടുംബജീവിതം ഉഷാറായി. സിമ്പിൾ ടെക്നിക്കാണ്, വേറെ ഒന്നുമില്ല. അതാണ് നേരായാൽ മതി. ആണുങ്ങളെ വർത്താനം നേരാകുക, പെരുമാറ്റത്തിലെ ഏറ്റവും വലിയ പെരുമാറ്റം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിലെ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് ഭക്ഷണമാണ്. ഞാൻ മുമ്പൊരിക്കതിങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര വിവാദമായി. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. ആ ഉദാഹരണമാണ് പ്രശ്നമായത്. കുഴപ്പമില്ല, ആ ഉദാഹരണം ഞാൻ തൽക്കാലം പറയണ്ടെന്നൊക്കെ. സംഗതി അങ്ങനെ തന്നെയാണ്. ആരെന്ത് പറഞ്ഞാലും പെണ്ണുങ്ങളെ ഭക്ഷണം വളരെ പ്രധാനമാണ് കുടുംബജീവിതം. ഇതിൽ ഭക്ഷണത്തിലൂടെ സ്നേഹം പകരുന്നുണ്ട്. ഈ കോളേജിൻ്റെയും സ്കൂളിൻ്റെയൊക്കെ മുന്നിലുള്ള കൂൾ ബാറിൽ ചെന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് നോക്കിയാൽ കുട്ടികൾ സ്കൂൾ ഇട്ട് വന്നിട്ട് ഒരു ജ്യൂസ് പറഞ്ഞിങ്ങാണ്ട് രണ്ടാളും കുടിക്കും. ജ്യൂസ് ഒന്ന്, മാംഗോ ജ്യൂസ് ഒന്ന്, രണ്ടെണ്ണം പറയാനുള്ള കായില്ലായിട്ടല്ല. പിന്നെന്താ, ഷെയറിങ്, ഭക്ഷണം ഷെയർ ചെയ്യുക. അത് ഭയങ്കര പ്രധാനമാണ്. സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെ പള്ളിയിലേക്ക് പോകും. നിസ്കാരം കഴിഞ്ഞ് മടങ്ങി വന്നാൽ പാല് കറക്കാൻ വേണ്ടി പാത്രമെടുത്ത് നബി തങ്ങൾ പോകും. ഒട്ടകണ്ടാവും വീട്ടിൽ, പശു ഉണ്ടാവും, ആടുണ്ടാവും. പാല് കറക്കാൻ വേണ്ടി നബി തങ്ങൾ പോകും. അങ്ങനെ പാല് കറന്ന് കൊണ്ടുവന്നാൽ പാൽപാത്രം എനിക്ക് നീട്ടിക്കൊണ്ട് നബി തങ്ങൾ പറയും, ഇശ്റബിയ ആയിഷു, ആയിഷോ കുടിക്കുക എന്ന് പറയും. ആയിഷു എന്നാണ് സ്നേഹം വരുമ്പോൾ പറയാറുള്ളത്. അല്ലാത്ത സമയത്ത് ആയിഷ എന്നാണ് പറയാറുള്ളത്. ഇശ്റബിയ ആയിഷു, ആയിഷ കുടിക്കുക എന്ന് പറയും. ഞാൻ പാല് കുടിക്കും, കുറച്ച് കുടിച്ചിട്ട് നബി തങ്ങൾക്ക് കൊടുക്കും. രണ്ടാമതും എനിക്ക് തന്നെ തന്നുകൊണ്ട് വീണ്ടും പറയും, ഇശ്റബിയ ആയിഷു, കുടിക്കായിഷ എന്ന് പറയും. വീണ്ടും കുടിക്കും, മൂന്നാമതും കുടിക്കും. അങ്ങനെ ഞാൻ നബി തങ്ങൾക്ക് പാൽപാത്രം കൊടുക്കുമ്പോൾ എൻ്റെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ചുകൊണ്ട് നബി തങ്ങൾ കുടിക്കുമായിരുന്നു എന്ന് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഒരിക്കൽ നബി തങ്ങളുടെ ഭാര്യമാർക്കിടയിൽ ഒരു തർക്കമുണ്ടായി. ചെലവിന് തരുന്നത് മതിയാകണില്ല എന്നാണ് തർക്കം. ഭയങ്കര പ്രശ്നമാണ്. പ്രശ്നം കേട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി വന്നു. നബിയെ, ഓൽക്കാർക്കും നിൽക്കാൻ പറ്റൂലെങ്കിലും ഒക്കെ പോയിക്കോട്ടെ, നമുക്ക് വേറെ പെണ്ണുങ്ങളെ കിട്ടും എന്ന് പറഞ്ഞു ഉമർ ഖത്താബ്. ആയിഷാ ബി റളിയല്ലാഹു അൻഹ അപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പോണ്ടവരൊക്കെ പോയിക്കോളെ, ഞാൻ ഒരിക്കലും പോകില്ല. 6 വയസ്സിൽ ആയിഷാ ബീവിനെ കെട്ടിയതുകൊണ്ട് ആയിഷാ ബീവി ഭയങ്കര കുടുക്കിലാണെന്നാണ് എല്ലാവരും അഭിപ്രായം. പക്ഷെ ആയിഷാ ബീവിക്ക് അങ്ങനെ അഭിപ്രായമില്ല. 6ാമത്തെ വയസ്സിൽ നബി തങ്ങൾ ആയിഷാ ബീവിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആയിഷ ആകെ പെട്ട് കിടക്കുകയാണെന്നാണ് ആരുടെ അഭിപ്രായം? ഡാഷിൻ്റെ അഭിപ്രായം. ആയിഷാ ബീവിക്ക് എന്താ അഭിപ്രായം? കഴിച്ചിലായി, ആര് പോയാലും ഞാൻ പോകില്ല എന്നാണ്. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്തേ കാരണം? ഇതൊക്കെ തന്നെയാണ് കാരണം. ഇതെന്താ വെച്ചാൽ നമ്മൾ പാല് കുടിക്കും, ഒന്നും കൂടി തിരിച്ചു കുടിച്ചിട്ടേ കുടിക്കുള്ളൂ എന്ന് മാത്രം. ആ ചുണ്ട് തട്ടാത്ത സ്ഥലം നോക്കിയിട്ട് ഒരു കുറകും വന്ന് ഞങ്ങൾ രണ്ടാളും തിന്നും. ആയിഷാ ബീവി പറയാണ്, അള്ളാഹിൻ്റെ റസൂല് ഒരു കോയിൻ്റെ കാലെടുത്തിട്ട് ഇങ്ങനെ കടിച്ചിങ്ങാണ്ട് താഴെ വെക്കും. ഞാൻ ആ കാലെടുത്തിട്ട് നബി തങ്ങളുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ചുകൊണ്ട് കഴിക്കുമായിരുന്നു എന്ന് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞിരിക്കുന്നു. ഷെയറിങ്, ഭക്ഷണം ഷെയർ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ. അപ്പം അതുകൊണ്ട് സ്ത്രീകളുടെ ഭക്ഷണം വളരെ പ്രധാനമാണ്. ഭക്ഷണത്തിലൂടെ സ്നേഹം കൊടുക്കാൻ കഴിയുന്നതാണ്. കുട്ടികൾ ഇപ്പോൾ ഭക്ഷണം തീരെ കഴിക്കുന്നില്ല കുട്ടികളാരും. കുട്ടികൾക്ക് ഒറ്റൊന്നിനും ഭക്ഷണം വേണ്ട, പീടിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുന്നെടുത്താൽ തിന്നു. കുടിയിലുണ്ടാക്കണതൊന്നും വേണ്ട. എന്തേ കാരണം? അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ചില ആളുകളടുത്ത് ചില ആൾക്കാരെ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ പറയും കൈപ്പുണ്യമാണ് എന്ന് പറയും, ഭയങ്കര കൈപ്പുണ്യമാണ് എന്ന് പറയും. കയ്യെല്ലാവരും ഒരേ മാതിരിയാണ്. കയ്യിൻ്റെ പുണ്യമല്ല, അത് കൽബിൻ്റെ പുണ്യമാണ്. ശരിക്ക് പറയുമ്പോൾ നമുക്ക് കണ്ണേറ് എന്ന് പറയല്ലോ, കണ്ണല്ല എറിയണത്, കൽബാണ് എറിയണത്. പറയുമ്പോൾ കണ്ണിനാണ് കുറ്റം കിട്ടിയതെന്നേ ഉള്ളൂ. സംഗതി ചെയ്ത പണി ആരാ ഒപ്പിച്ചത്? കൽബാണ് ഒപ്പിച്ചിരിക്കുന്നത്. എന്ന മാതിരി കൈപ്പുണ്യം എന്ന് നമ്മൾ പറയും. കയ്യിനല്ല പുണ്യമുള്ളത്, കൽബിനാണ് പുണ്യമുള്ളത്. കൽബിൻ്റെ പുണ്യമാണ് ശരിക്കത്. വൈകുന്നേരമായി, പടച്ചോനെ 8:30 മണിയായല്ലോ, പുതിയാപ്പിള വരാൻ സമയമായല്ലോ, മൂപ്പർക്ക് ഷുഗർ കൂടുതലാണല്ലോ, അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ. അള്ളാഹുവേ, എൻ്റെ പുതിയാപ്പിള വരുമ്പോഴത്തിന് നേരങ്ങത്തിന് 4 ചപ്പാത്തി ഉണ്ടാക്കട്ടെ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി
തക്കാളിക്കറി ഉണ്ടാക്കുമ്പോൾ തക്കാളി ഇങ്ങനെ കഷ്ണം വെട്ടിയിട്ട് ചട്ടിക്ക് ഇങ്ങനെ ഇടുമ്പോൾ പുതിയാപ്പളൻ്റെ മുഖം ഇങ്ങനെ കൽബുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇട്ടാൽ അത് വന്നിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ ഏയ് എന്ന് പറയും. അതിന് പകരം ആ പണ്ടാറ കാലം ഇപ്പോൾ വരും, 9 മണിയാകാനായി, അപ്പോത്തിന് ചപ്പാത്തി ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ ഉഹുദ് യുദ്ധ ഇക്കാരം എന്ന് കൽബ് കരുതി ഉണ്ടാക്കിയാൽ ആ ചപ്പാത്തിക്ക് ഉഹുദ് യുദ്ധത്തിൻ്റെ ഇതേ ഉണ്ടാവുള്ളൂ. ഇതാണ് സംഗതി. കൽബ് വളരെ പ്രധാനമാണ്. സ്നേഹം ഭക്ഷണത്തിലൂടെ നൽകാൻ വേണ്ടി കഴിയും. എങ്ങനെ കഴിയും? ഭക്ഷണം തയ്യാർ ചെയ്യുമ്പോഴുള്ള മനസ്സാന്നിധ്യമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കുന്നത് അവരെ കൽബിൽ വിചാരിച്ചാൽ മാത്രമാണ് കൊടുക്കാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് സ്ത്രീകളുടെ ഭക്ഷണം വളരെ പ്രധാനമാണ്. ട്രീറ്റ്മെൻറ്റാണ് ശരിക്ക്, പക്ഷെ അതിൽ 1-ാം സ്ഥാനത്ത് ഭക്ഷണമാണ് വരിക. അല്ലാതെ മരുന്ന് കൊടുക്കലോ പിന്നെ ഒന്നുമല്ല. അതും വരും, ദണ്ണത് കിടക്കുമ്പോൾ മരുന്നെടുത്ത് കൊടുക്കലൊക്കെ വരും. പനി പിടിച്ച് വന്നാൽ ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കലൊക്കെ അതിൽ പെടും. പക്ഷേ മൊത്തത്തിൽ നമ്മൾ എന്നും ചെയ്യണത് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നത്. അതിന് ഇനി ആണുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല എന്നൊന്നും ഈ പറഞ്ഞതിൽ അർത്ഥമില്ല. അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്ത് തൊള്ളേ തോന്നിയതും പറയാം എന്നും ഈ പറഞ്ഞതിൽ അർത്ഥമില്ല. പ്രധാനമായും നന്നാവേണ്ടത് 2 കാര്യമാണ്: ആണുങ്ങളെ വർത്താനം, പെണ്ണുങ്ങളുടെ പെരുമാറ്റം. പെരുമാറ്റത്തിൽ 1-ാം സ്ഥാനത്ത് ഭക്ഷണം. ആണുങ്ങളെ വർത്താനം നേരാവണം. അത് നേരായില്ലെങ്കിൽ സംഗതി പ്രശ്നമായി. കുട്ടികളെ നന്നാവാൻ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുടുംബം നേരാവാൻ 2 കാര്യങ്ങൾ, കുട്ടികളെ നേരാവാൻ 5 കാര്യങ്ങൾ. 1-ാമത്തെ കാര്യം എന്താ വെച്ചാൽ ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം കുട്ടിനെ. ഫസ്റ്റ് കാര്യം അതാണ്. പൂതിച്ച് കിട്ടിയ സാധനം മാത്രമേ നേരാവുള്ളൂ. മൊബൈലാണെങ്കിലും ശരി, നല്ലോണം പൂതിച്ച് കിട്ടിയാൽ നല്ല മൊബൈലേക്കാരം. പൂതിയില്ലാതെ കിട്ടിയാലോ ഒന്നിനും പറ്റാത്ത സാധനേക്കാരം. അല്ലെങ്കിൽ കൊണ്ടുവരാൻ കണ്ട സാധനപ്പത് ടീഷർട്ടാണ് കൊടുത്ത് നിൽക്കണത്. ഓനെ തീരെ പൂതി ഉണ്ടായിരുന്നില്ല. കാക്ക ഗൾഫിൽ നിന്ന് വന്നതാണേ. നിങ്ങൾക്ക് മനസ്സിലാകാത്ത മാതിരി ഇരിക്കണം എന്താണെന്ന് അറിയില്ല. കാക്ക ഗൾഫിൽ നിന്ന് വന്നതാണ്. ഇപ്പം വിചാരിച്ചിരുന്നത് മൊബൈൽ കൊണ്ടുവരാനായിരുന്നു. ഓൻ കൊണ്ടുവന്നത് എന്താണ്? ടീഷർട്ടാണ്. ഒരു ഗുണം ഉണ്ടാവില്ല അതിന്. കാരണം എന്താ? പൂതിച്ചതല്ല. പൂതിച്ച് കിട്ടിയാലേ ഗുണം ഉണ്ടാവുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ തീരുമാനിച്ചു എന്ത്? നമുക്ക് 3 കൊല്ലത്തിന് കുട്ടി വേണ്ടട്ടോന്ന്. 2 കൂടി മുത്തഫഖുൻ അലൈഹി, 2 കൂടി ഒത്ത് തീരുമാനിച്ചു നമുക്ക് 3 കൊല്ലത്തിന് കുട്ടി വേണ്ട. കുഴപ്പമില്ല, കുറച്ചൊക്കെ അങ്ങനെ പോയി. ഒരു 1.5 കൊല്ലമായപ്പോൾ അതിന് കുട്ടിയായി. സംഗതി ഗർഭമുണ്ടായി. മറ്റേ കാർഡ് കൊടുത്തിട്ട് നോക്കിയപ്പോൾ ചുവന്ന 2 വര. അപ്പോൾ മൂപ്പരാകെ ടെൻഷനായി. അസർക്കാരൻ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി മമ്മദാക്കാൻ്റെ പീടിയിൽ പോയി കാൽച്ചായ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അസീസ് മാഷുണ്ട് അപ്പുറത്ത്, സ്കൂളൊക്കെ ലീവാക്കിയിട്ട് ഇരിക്കണം. മൂപ്പരോട് പറഞ്ഞു, മാഷേ സംഗതി പറ്റിച്ചു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. പെണ്ണുങ്ങൾക്ക് ഈ മാസം കുളി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പിന്നെ പറയണം ആഗ്രഹിച്ച് കിട്ടിയതാണെന്ന്. പറ്റിച്ചു എന്നാണ് ഓന് തോന്നിയത്. അതാണ് ഓൻ അസീസ് മാഷോട് പറഞ്ഞത്. കുട്ടികൾ നന്നാവാത്തതിൻ്റെ 1-ാമത്തെ കാരണം ആഗ്രഹിച്ച് കിട്ടിയതല്ല, പൂതിച്ച് കിട്ടിയതാവണം. സംഗതി നേരാവും. നേരാകും എന്ന് പറഞ്ഞാൽ പൂതിച്ചു സയ്യിദുനാ സക്കരിയ അലൈഹിസ്സലാം. കുറച്ച് എനിക്കൊരു കുട്ടീനെ തരണം എന്തായിരുന്നു. അള്ളാഹു തആല കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു, കൊടുത്തിട്ടില്ല അതിൻ്റെ മുന്നേ പറഞ്ഞു, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ വലം യജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ വഹനാനം മിൻ ലദുന്ന വകാന തഖിയ വബറം ബിവാലിദൈഹി. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണ മുത്തഖിയായ ഒരു കുട്ടിനെയാണ് എനിക്ക് ഞാൻ തരുന്നതെന്ന് കൊടുക്കണതിൻ്റെ മുന്നേ പറഞ്ഞു. എന്താ കാര്യം? പൂതിച്ചിട്ട് കിട്ടിയതാണ്, ആഗ്രഹിച്ച് കിട്ടിയതാണ്. മക്കൾ നേരാവണമെങ്കിൽ ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം. അള്ളാഹ് പറ്റിച്ചല്ല റബ്ബേ, അതിനിപ്പോൾ ഞാൻ എന്താ കാട്ടുക? സംഗതി ഇപ്പോൾ കിട്ടും ചെയ്തു. അന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, എന്താ ചെയ്യുക? കുറച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കളിയല്ല, അപ്പം എന്താ കാട്ടിയാൽ? ഇസ്തിഗ്ഫാർ കൊണ്ട് മറികടക്കാം. ഇസ്തിഗ്ഫാർ കൊണ്ട് മാത്രമേ എന്ത് വിഷയം മറികടക്കാൻ പറ്റുള്ളൂ. ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ഏത് കാര്യവും മറികടക്കാൻ ഇസ്തിഗ്ഫാറാണ്. കുറച്ച് ഇസ്തിഗ്ഫാറില്ല. കുട്ടികളില്ലാത്ത സങ്കടം ആരെങ്കിലും പറയുകയാണെങ്കിൽ ആദ്യം ഓലോട് പറയേണ്ടത് 3 കൊല്ലം കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചതിന് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കളിയെന്നാണ്. കാരണം എന്താ വെച്ചാൽ ഒരാൾ 3 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലത്തിന് കുട്ടി വേണ്ടെന്ന് തീരുമാനിച്ചാൽ തീരുമാനത്തിനനുസരിച്ചാണ് ഹോർമോൺ വർക്ക് ചെയ്യുക. ഏത് തീരുമാനം മനസ്സിനനുസരിച്ചേ ഹോർമോൺ വർക്ക് ചെയ്യുള്ളൂ. നല്ല പച്ച പുളിങ്ങ, പൊഴുക്കാത്ത പുളിങ്ങ, മരപ്പുളി, നല്ല പച്ച പുളിങ്ങ ഇങ്ങനെ
നല്ല പൊടിപ്പ് ഇതിലിങ്ങനെ മുക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ തിന്നണ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ പുളി ദഹിക്കാൻ ആവശ്യമായ ഹോർമോൺ വായ പ്രൊഡ്യൂസ് ചെയ്യും. ആഗ്രഹത്തിനനുസരിച്ചാണ് ഹോർമോൺ പ്രൊഡ്യൂസിങ് ഉണ്ടാവുക. അപ്പോൾ 3 കൊല്ലം വേണ്ടാന്ന് തീരുമാനിച്ചപ്പോൾ അതിനനുസരിച്ച് അവരിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ഓന് കുട്ടികളുണ്ടാകത്തിൻ്റെ കാരണമായത്. അതുകൊണ്ട് അത് നേരെ ഓപ്പോസിറ്റ് ആക്കണമെങ്കിൽ ഇബ്ദാൽ വേണം. ഇബ്ദാൽ ഉണ്ടാവണമെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം ഓനെ കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യിക്കണം, എന്നിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ കുട്ടികൾ നന്നാണെങ്കിൽ ആദ്യം വേണ്ടത് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം, ഇല്ലെങ്കിൽ ഇപ്പം ആഗ്രഹിക്കണം തന്നെ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിടണം. അത് രണ്ടാമത്തെ കാര്യമാണ്. ഈ കുട്ടി എന്തിനുള്ളതാ അതിനനുസരിച്ച് പേരിടണം. വലല്ലാലി എന്നൊക്കെ പേരിട്ടിട്ട് പിന്നെ സിറാത്ത് പാലം കടക്കുമ്പോൾ കയ്യുമ്മ പിടിക്കാനാണെന്ന് വിചാരിച്ച സംഗതി നടക്കൂല.